വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലേണേഴ്സ് ബഡ്ഡി. നാം ഇപ്പോൾ പഠിക്കുവാൻ പോകുന്നത് കേരള സ്റ്റേറ്റ് സിലബസിലെ 4ാം ക്ലാസ്സിലെ ദ വറി എന്ന ഇംഗ്ലീഷ് ലെസനാണ്. നമുക്ക് നമ്മുടെ പാഠത്തിലേക്കൊന്ന് പോയാലോ. വിദ്യാധര വാസ് ദ കിങ് ഓഫ് ഗാന്ധാര. ഗാന്ധാരത്തിലെ രാജാവായിരുന്നു വിദ്യാധരൻ. ആരായിരുന്നു രാജാവ്? വിദ്യാധരനായിരുന്നു രാജാവ്. അദ്ദേഹത്തിൻ്റെ പേരാണ് വിദ്യാധരൻ എന്ന് കേട്ടോ. ഹീ വാസ് എ ജസ്റ്റ് ആൻഡ് വൈസ് കിങ്. അദ്ദേഹം നീതിമാനും അറിവുള്ളവനുമായ രാജാവായിരുന്നു. ഹി വാസ് എ ജസ്റ്റ് ആൻഡ് വൈസ് കിങ്. അദ്ദേഹം നീതിമാനുമായിരുന്നു, അതുപോലെ തന്നെ അറിവുള്ള ആളുമായിരുന്നു. ജസ്റ്റ് മീൻസ് നീതിമാൻ, വൈസ് മീൻസ് അറിവുള്ള. ദ കിങ് വാസ് ഫോണ്ട് ഓഫ് ഗാർഡനിങ്. രാജാവിന് പൂന്തോട്ട പരിപാലനം വളരെ ഇഷ്ടമുള്ളൊരു കാര്യമായിരുന്നു. ഹി വാസ് ഫോണ്ട് ഓഫ് ഗാർഡനിങ്. പൂന്തോട്ടമൊക്കെ പരിപാലിച്ചു കൊണ്ടുപോകുന്നതിൽ അദ്ദേഹത്തിന് വലിയ താല്പര്യമായിരുന്നു. ഹീ സ്പെൻഡ് എ ലോട്ട് ഓഫ് ടൈം ടെൻഡിങ് ഹിസ് ഗാർഡൻ. അദ്ദേഹം തൻ്റെ പൂന്തോട്ടത്തെ പരിപാലിച്ചുകൊണ്ട് നടക്കും എപ്പോഴും, മിക്കവാറും. ഹീ സ്പെൻഡ് എ ലോട്ട് ഓഫ് ടൈം, ഒരുപാട് സമയം അതിനുവേണ്ടി ചെലവഴിച്ചു. ടെൻഡിങ് ഹിസ് ഗാർഡൻ, പൂന്തോട്ടത്തെ പരിപാലിച്ചുകൊണ്ട്. പ്ലാന്റിങ് ദ ഫൈനസ്റ്റ് പ്ലാന്റ്സ്, ഏറ്റവും നല്ല ചെടികളൊക്കെ നട്ടു വളർത്തും. ഫ്രൂട്ട് ട്രീസ്, അതുപോലെ പഴവർഗ്ഗത്തിലുള്ള മരങ്ങളെ, വെജിറ്റബിൾസ്, പച്ചക്കറികളെ, ആൻഡ് ക്രോപ്സ്, അതുപോലെ തന്നെ വിളകളെയും. ക്രോപ്സ് മീൻസ് വിള. ഹിസ് പീപ്പിൾസ് വെയർ വെരി ഹാപ്പി. അദ്ദേഹത്തിൻ്റെ ജനങ്ങളൊക്കെ വളരെ സന്തോഷമുള്ളവരായിരുന്നു. ദ കിങ് ഡിഡ് നോട്ട് ഹാവ് ചിൽഡ്രൻ. രാജാവിന് മക്കളേ ഇല്ലായിരുന്നു. ഹി ഡിഡ് നോട്ട് ഹാവ് ചിൽഡ്രൻ. അദ്ദേഹത്തിന് കുട്ടികളില്ലായിരുന്നു. ആസ് ദ കിങ് ഗ്രൂ ഓൾഡർ. രാജാവിന് കൂടുതൽ പ്രായാധിക്യമായപ്പോൾ, അദ്ദേഹത്തിന് പ്രായം കൂടിക്കൂടി വന്നപ്പോൾ, എവരി വൺ ഗാട്ട് മോർ ആൻഡ് മോർ വറീഡ്. ഓരോരുത്തരും എല്ലാവരും ഗോട്ട് മോർ ആൻഡ് മോർ വറീഡ്, വളരെയധികം ദുഃഖിച്ചു. ഹു വുഡ് ടേക്ക് ഓവർ ദ കിങ്ഡം ആഫ്റ്റർ ഹിം. അദ്ദേഹത്തിന് ശേഷം ആരായിരിക്കും ഇനി രാജ്യം കൈയാളുക? ആരായിരിക്കും ഇനി രാജ്യം ഭരിക്കുക? അടുത്തത് ഒരു 2-3 ചോദ്യങ്ങളാണ്. നമുക്കതിൻ്റെ ഉത്തരം ഒന്ന് പറഞ്ഞു നോക്കാം. വാട്ട് വാസ് ദ ഹോബി ഓഫ് ദ കിങ്. രാജാവിൻ്റെ ഹോബി എന്തായിരുന്നു? അതാ ചോദ്യം. വാട്ട് വാസ് ദ ഹോബി ഓഫ് ദ കിങ്? ഉത്തരം എങ്ങനെയാണ്? ദ ഹോബി ഓഫ് ദ കിങ് വാസ് ഗാർഡനിങ്. എന്താ ഉത്തരം? ദ ഹോബി ഓഫ് ദ കിങ് വാസ് ഗാർഡനിങ്. പൂന്തോട്ടം പരിപാലിക്കലായിരുന്നു അദ്ദേഹത്തിൻ്റെ വിനോദം. അടുത്ത ചോദ്യമൊന്നും അല്ല കേട്ടോ, ചോദ്യമല്ല. നമുക്കത് വായിക്കാം. ദ കിങ് ഡിഡ് നോട്ട് ഹാവ് എനി ചിൽഡ്രൻ. രാജാവിന് മക്കളില്ലായിരുന്നു. വാട്ട് വിൽ ഹാപ്പൻ ടു ദ കിങ്ഡം. അതൊരു ചോദ്യമാണ്. രാജാവിന് മക്കളില്ലായിരുന്നു. വാട്ട് വിൽ ഹാപ്പൻ ടു ദ കിങ്ഡം. രാജ്യത്തിന് എന്ത് സംഭവിക്കും? ഹൗ വിൽ ദ കിങ് ഫൈൻഡ് ഹിസ് സക്സസർ. എങ്ങനെ അദ്ദേഹത്തിൻ്റെ സക്സസറെ കണ്ടെത്തും? സക്സസർ എന്ന് പറഞ്ഞാൽ പിന്തുടർച്ച അവകാശി. രാജാവിന് ശേഷം ആരാണ് രാജാവാകുന്നതെന്ന് എങ്ങനെ അറിയുന്നത്? അത് നമുക്കിനി പുസ്തകത്തിൻ്റെ അടുത്ത പേജിലേക്ക് പോകാം, അല്ലേ? എന്നാലേ നമുക്കതറിയാൻ പറ്റുള്ളൂ. ടു ഫൈൻഡ് എ സക്സസർ, ഒരു പിന്തുടർച്ചക്കാരനെ കണ്ടെത്താനായിട്ട്. ദ കിങ് തോട്ട് ഓഫ് ആൻ ഐഡിയ. രാജാവ് ഒരു കാര്യം ചിന്തിച്ചു. ഹി തോട്ട് ഓഫ് ആൻ ഐഡിയ. ഹി ഡിസൈഡഡ്, അദ്ദേഹം തീരുമാനിച്ചു. ഐ വിൽ ഡിസ്ട്രിബ്യൂട്ട് സം സീഡ്സ് ടു ഓൾ ദ ചിൽഡ്രൻ ഇൻ ദ കൺട്രി. ഞാൻ ഈ രാജ്യത്തിലെ മുഴുവൻ കുട്ടികൾക്കും കുറച്ച് വിത്തുകൾ വിതരണം ചെയ്യും. ഐ വിൽ ഡിസ്ട്രിബ്യൂട്ട് മീൻസ് വിതരണം ചെയ്യുക. ഐ വിൽ ഡിസ്ട്രിബ്യൂട്ട് സം സീഡ്സ്, കുറച്ച് വിത്തുകളെ, ടു ഓൾ ചിൽഡ്രൻ ഇൻ ദ കൺട്രി. രാജ്യത്തെ എല്ലാ കുട്ടികൾക്കും കുറേശ്ശെ വിത്തുകൾ നൽകും, സീഡ്സ് നൽകും. ദി ചൈൽഡ് ഹു ഗ്രോസ് ദ ബിഗ്ഗസ്റ്റ് ഹെൽത്തിയസ്റ്റ് പ്ലാന്റ് വിൽ ബിക്കം ദ പ്രിൻസ് ഓർ ദ പ്രിൻസസ്. അപ്പോൾ ആരാണ് രാജകുമാരനാകുക? ദ ചൈൽഡ് ഹു ഗ്രോസ് ദ ബിഗ്ഗസ്റ്റ് ആൻഡ് ഹെൽത്തിയസ്റ്റ് പ്ലാന്റ്, ഏറ്റവും വലുതും നല്ല ആരോഗ്യമുള്ളതുമായ പ്ലാന്റിനെ നട്ടു വളർത്തുന്ന ആളുണ്ടല്ലോ, വിൽ ബിക്കം ദ പ്രിൻസ് ഓർ ദ പ്രിൻസസ്. അയാൾ രാജകുമാരനാകും. ഒന്നും കൂടി ആളുണ്ട്, അവർ രാജകുമാരന്മാരാവും. ദേ ക്യാൻ ടേക്ക് 3 months ഫോർ ഇറ്റ്. അതിനവർക്ക് 3 മാസം കൊടുക്കും. ദ കിങ് ഓർഡേർഡ് ഹിസ് മിനിസ്റ്റർ ടു ഗീവ് പ്രൊക്ലമേഷൻ. രാജാവ് എന്ത് ചെയ്തു? കിങ് ഓർഡേർഡ്, രാജാവ് ഉത്തരവിട്ടു. ആരോട് ഉത്തരവിട്ട്? ഹിസ് മിനിസ്റ്റർ, മന്ത്രിയോട്. ടു ഗീവ് എ പ്രൊക്ലമേഷൻ, ഒരു വിളംബരം കൊടുക്കാൻ. പ്രൊക്ലമേഷൻ മീൻസ് വിളംബരം. രാജാവ് മന്ത്രിയോട് പറഞ്ഞു, മന്ത്രിയോട് ഓർഡർ ചെയ്തു. എന്താ ചെയ്തത്? ടു ഗീവ് എ പ്രൊക്ലമേഷൻ, ഒരു വിളംബരം കൊടുക്കാൻ പറഞ്ഞു. പ്രൊക്ലമേഷൻ എന്ന് വെച്ചാൽ വിളംബരം എന്നർത്ഥം. രാജാവിൻ്റെ ഓർഡറൊക്കെ ഉറക്കെ വിളിച്ച് പരസ്യപ്പെടുത്തുന്നതിനാണ് വിളംബരം എന്ന് പറയുന്നത്. സീഡ് ഓഫ് ഹോപ്പ്, പ്രത്യാശയുടെ വിത്തുകൾ. ദ നെക്സ്റ്റ് ഡേ
എ ലോങ് ലൈൻ ഓഫ് ആങ്ഷ്യസ് പേരൻസ് ആൻഡ് ചിൽഡ്രൻ ഫോംഡ് ഔട്ട്സൈഡ് ദ പാലസ്. പിറ്റേ ദിവസം നോക്കുമ്പോഴേ ലോങ് ലൈൻ ഓഫ് ആങ്ഷ്യസ് പേരൻസ്, ഉത്കണ്ഠ നിറഞ്ഞ ആൾക്കാരുടെ നീണ്ട നിര, രക്ഷകർത്താക്കളുടെ നീണ്ട നിരയുണ്ട്. ആൻഡ് ചിൽഡ്രൻ ഫോംഡ് ഔട്ട്സൈഡ് ദ പാലസ്, അതുപോലെ തന്നെ കുട്ടികളുടെയും. പിറ്റേ ദിവസം ആൾക്കാരൊക്കെ വന്നിരുന്നു അല്ലേ, വിത്ത് വാങ്ങിക്കാനായിട്ട്. എവരി വൺ വാസ് ഈഗർ ടു ഗെറ്റ് എ സീഡ് ടു ഗ്രോ. എല്ലാവർക്കും വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. ദേ വർ ഈഗർ ടു ഗെറ്റ് എ സീഡ് ടു ഗ്രോ ദി ബെസ്റ്റ് പ്ലാന്റ്. ഏറ്റവും നല്ല പ്ലാന്റായിട്ട് വിത്തിനെ വളർത്താൻ വേണ്ടി എല്ലാവരും താല്പര്യപ്പെട്ടാണ് വന്നത്. എവരി വൺ വാസ് ഈഗർ ടു ഗെറ്റ് എ സീഡ് ടു ഗ്രോ ദി ബെസ്റ്റ് പ്ലാന്റ്. ഏറ്റവും വലിയ ബെസ്റ്റ് പ്ലാന്റായിട്ട് വളർത്തിക്കൊണ്ടുവരാൻ ഒരു വിത്തിന് വേണ്ടിയിട്ട് അവർ നിന്നു. പിങ്കള, എ പുവർ ഫാർമേഴ്സൺ, ഒരു പാവപ്പെട്ട കൃഷിക്കാരൻ്റെ മകൻ, അവൻ്റെ പേര് പിങ്കള എന്നാണ്. പിങ്കള ദ പുവർ ഫാർമേഴ്സൺ വാസ് വൺ എമംഗ് ദീസ് ചിൽഡ്രൻ. അവിടെ നിന്ന കുട്ടികളുടെ കൂട്ടത്തിൽ ഒരാളായിരുന്നു പിങ്കളൻ. ഹീ ടു ഗോട്ട് എ സീഡ് ഫ്രം ദ കിങ്. അവനും കിട്ടി ഒരു വിത്ത് രാജാവിൽ നിന്ന്. He too got a seed from the king and sowed it in a pot in his garden. He took great care of the seed. അവൻ ആ വിത്തിനെ നല്ലവണ്ണം നോക്കി പരിപാലിച്ചു. How many days will it take a seed to sprout? ഒരു വിത്ത് മുളയ്ക്കാൻ എത്ര ദിവസം വേണം? What care will you give to grow a seed into a plant? ഒരു വിത്ത് മുളച്ച് ഒരു ചെടിയാകാനായിട്ട് നിങ്ങൾ എന്തെല്ലാം കെയർ നൽകും, എന്തെല്ലാം സംരക്ഷണമായി നൽകും? ദി ഡിസപ്പോയിൻമെൻറ്റ്സ്. പിങ്കള വാട്ടേഡ് ആൻഡ് മാനുവേർഡ് ദ സീഡ്. പിങ്കളൻ എന്ത് ചെയ്തു? ഹി വാട്ടേഡ് ആൻഡ് മാനുവേർഡ് ദ സീഡ്. വിത്തിന് വെള്ളവും വളവും നൽകി. ബട്ട് ദ സീഡ് ഡിഡ് നോട്ട് സ്പ്രൗട്ട്സ്. പക്ഷേ ആ വിത്ത് മുളച്ചില്ല. പിങ്കള ചേഞ്ച്ഡ് ദ സോയിൽ. പിങ്കളൻ മണ്ണ് മാറ്റി. ആൻഡ് ട്രാൻസ്ഫേർഡ് ദ സീഡ് ടു അനദർ പോട്ട്. എന്നിട്ടോ ആ വിത്ത് വേറൊരു ചട്ടിയിലേക്ക് മാറ്റി. ഹീ ട്രാൻസ്ഫേർഡ് ദ സീഡ് ടു അനദർ പോട്ട്. വേറൊരു ചട്ടിയിലേക്ക് വിത്ത് മാറ്റി. വീക്സ് ആൻഡ് മന്ത്സ് പാസ്റ്റ്. ആഴ്ചകളും മാസങ്ങളും കഴിഞ്ഞു. വൺ ഡേ പിങ്കള വെൻ നിയർ ദ പോട്ട്. ഒരു ദിവസം പിങ്കളൻ ആ ചട്ടിയുടെ അടുക്ക ചെന്നു. ഹേ നെൽറ്റ് ബിഫോർ ഇറ്റ്. അതിൻ്റെ അടുക്ക മുട്ടുകുത്തിയിരുന്നു. ഡിയർ സീഡ്, 3 months ഹാവ് പാസ്റ്റ്. പ്രിയപ്പെട്ട വിത്തേ, ഒരു 3 മാസമായി അത് കഴിഞ്ഞു പോയിരിക്കുന്നു. ഡിയർ സീഡ്, 3 months ഹാവ് പാസ്റ്റ്. 3 മാസം കഴിഞ്ഞിരിക്കുന്നു. ഐ വോണ്ട് ടു ടേക്ക് യു ടു ദ പാലസ്. എനിക്ക് നിന്നെ കൊട്ടാരത്തിൽ കൊണ്ടുപോകണം. സ്പ്രൗട്ട് ഔട്ട് ടുമോറോ. നാളെ മുളയ്ക്ക്. ബട്ട് നത്തിങ് ഹാപ്പൻ. പക്ഷെ ഒന്നും സംഭവിച്ചില്ല. ദ നെക്സ്റ്റ് ഡേ ഹീ സോ ചിൽഡ്രൻ വാക്കിംഗ് ടു ദ പാലസ്. പിറ്റേ ദിവസം അവൻ കണ്ടു കുട്ടികളിങ്ങനെ കൊട്ടാരത്തിലേക്ക് പോകുന്നു. ദ നെക്സ്റ്റ് ഡേ ഹീ സോ ചിൽഡ്രൻ വാക്കിംഗ് ടു ദ പാലസ്. പിറ്റേ ദിവസം അവൻ കണ്ടു കുട്ടികൾ കൊട്ടാരത്തിലേക്ക് പോകുന്നു. എങ്ങനെയാണ് പോകുന്നത്? ഡ്രസ്ഡ് ഇൻ ദിയർ ബെസ്റ്റ് ക്ലോത്ത്സ്. നല്ല വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ടാണ് പോകുന്നത്. ദ ഓൾ ഹെൽഡ് വെൽ ഗ്രോൺ പ്ലാന്റ്സ്. അവരെല്ലാവരും വളർന്ന ചെടികൾ പിടിച്ചിരുന്നു. എല്ലാവരുടെയും കയ്യിൽ വളർന്ന ചെടികളുണ്ടായിരുന്നു. പിങ്കള സ്റ്റുഡ് വാച്ചിങ് ദം സാഡ്ലി. പിങ്കളനോട് നിന്നു. ഇങ്ങനെ നിന്നത് വാച്ചിങ് ദം സാഡ്ലി. അവരെ ദുഃഖത്തോടെ നോക്കിക്കൊണ്ട് പിങ്കളൻ നിന്നു. വിൽ പിങ്കള ഗോ ടു ദ പാലസ്. പിങ്കളൻ കൊട്ടാരത്തിലേക്ക് പോകുമോ? വാട്ട് വിൽ ബി ഹിസ് തോട്ട്സ്. എന്തൊക്കെയായിരിക്കും അവൻ്റെ ചിന്തകൾ? നമുക്ക് നോക്കാം. ഇതാ അടുത്ത പേജിലേക്ക് നോക്കിക്കേ. അടുത്ത പേജ് വന്ന് കേട്ടോ. ടു ദ പാലസ്. കൊട്ടാരത്തിലേക്ക്. പിങ്കളാസ് ഫാദർ ഹാഡ് ഒബ്സർവ്ഡ് ഹിസ് സൺ വർക്കിംഗ് ഹാർഡ് ടു മേക്ക് ദ സീഡ് സ്പ്രൗട്ട്സ്. പിങ്കളൻ്റെ അച്ഛൻ കണ്ടു. എന്താ കണ്ടത്? പിങ്കളാസ് ഫാദർ ഹാഡ് ഒബ്സർവ്ഡ് ഹിസ് സൺ വർക്കിംഗ് ഹാർഡ് ടു മേക്ക് ദ സീഡ് സ്പ്രൗട്ട്. തൻ്റെ മകൻ വിത്ത് മുളയ്ക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നു. എന്താ പിങ്കളൻ്റെ അച്ഛൻ കണ്ടത്? പിങ്കളാസ് ഫാദർ ഹാഡ് ഒബ്സർവ്ഡ് ഹിസ് സൺ വർക്കിംഗ് ഹാർഡ് ടു മേക്ക് ദ സീഡ് സ്പ്രൗട്ട്. വിത്ത് മുളയ്ക്കാൻ വേണ്ടി മകൻ കിടന്ന് കഷ്ടപ്പെടുന്നത് അദ്ദേഹം കണ്ടു. ഹി ഫെൽറ്റ് സോറി ഫോർ പിങ്കള. അദ്ദേഹത്തിന് പിങ്കളനോട് ദുഃഖം തോന്നി. വൈ ഡോണ്ട് യു ഗോ ടു ദ കിങ് വിത്ത് ദ എംപ്റ്റി പോട്ട്സ്. എന്തുകൊണ്ടാണ് നിനക്ക് രാജാവിൻ്റെ അടുക്കിലേക്ക് ഈ കാലിയായ ചട്ടിയുമായിട്ട് പോയിക്കൂടാ? എന്തുകൊണ്ട് നിനക്ക് രാജാവിൻ്റെ അടുക്കിലേക്ക് ഈ കാലി ചട്ടിയുമായിട്ട് പോയിക്കൂടാ? ചെടിയില്ലാത്ത ചട്ടിയായിട്ട് പോയിക്കൂടാന്ന് അദ്ദേഹം ചോദിച്ചു. അദ്ദേഹം ചോദിച്ചു.
അറ്റ് ലീസ്റ്റ് ഹീ വിൽ നോ യു ട്രൈഡ് യുവർ ബെസ്റ്റ്. ഒന്നുമല്ലെങ്കിൽ അദ്ദേഹം വിചാരിക്കുകയല്ലേ, യു ട്രൈഡ് യുവർ ബെസ്റ്റ്, നീ നിൻ്റെ പരമാവധി പ്രയത്നിച്ചു എന്ന്. സോ പിങ്കള പുട്ട് ഓൺ ഹിസ് ബെസ്റ്റ് ക്ലോത്ത്സ്. അദ്ദേഹം പറഞ്ഞത് കേട്ടിട്ടെ പിങ്കള പിങ്കള പുട്ട് ഓൺ ഹിസ് ബെസ്റ്റ് ക്ലോത്ത്സ്. അദ്ദേഹം പറഞ്ഞത് കേട്ടിട്ട് പിങ്കള നല്ല വസ്ത്രം ധരിച്ചു. ആൻഡ് സ്റ്റാർട്ടഡ് ഓഫ് ടു ദ പാലസ്. എന്നിട്ടോ കൊട്ടാരത്തിലേക്ക് പുറപ്പെട്ടു. ഹീ ജോയിൻഡ് അതേഴ്സ് ഔട്ട്സൈഡ് ദ പാലസ്. കൊട്ടാരത്തിന് പുറത്ത് അവൻ മറ്റുള്ളവരുമായിട്ട് കൂടിച്ചേർന്നു. ഹീ ജോയിൻഡ് അതേഴ്സ് ഔട്ട്സൈഡ് ദ പാലസ് ഹോൾഡിംഗ് ദ എംപ്റ്റി പോട്ട് ഇൻ ഹിസ് ഹാൻഡ്. വെറുതെ അല്ല, കയ്യിൽ ആ കാലിച്ചട്ടിയുണ്ട്, അതിൻ്റെ അകത്ത് ചെടിയൊന്നുമില്ല. ദ അതർ ചിൽഡ്രൻ ലാഫ്ഡ് അറ്റ് ഹിം. മറ്റു കുട്ടികൾ ഇവനെ നോക്കി പരിഹസിച്ചു. ദ അതർ ചിൽഡ്രൻ ലാഫ്ഡ് അറ്റ് ഹിം. മറ്റു കുട്ടികൾ ഇവനെ നോക്കി പരിഹസിച്ചു. ബട്ട് പിങ്കള ഇഗ്നോർഡ് ദം. പക്ഷേ പിങ്കളൻ അവരെ അവഗണിച്ചു, അവരെ ഗൗനിച്ചില്ല. വാട്ട് ഡിഡ് പിങ്കളാസ് ഫാദർ സജസ്റ്റഡ് ടു ഹിം. എന്താണ് പിങ്കളിൻ്റെ അച്ഛൻ അവനോട് സജസ്റ്റ് ചെയ്തത്? വൈ ഡിഡ് ദ അതർ ചിൽഡ്രൻ ലാഫ്ഡ് അറ്റ് ഹിം. മറ്റുള്ള കുട്ടികൾ എന്തിനാണ് ഇവനെ നോക്കി ചിരിച്ചത്? നമുക്കതിൻ്റെ ചോദ്യത്തിന് ഉത്തരവും നോക്കാം കേട്ടോ. വാട്ട് ഡിഡ് പിങ്കളാസ് ഫാദർ സജസ്റ്റ് ടു ഹിം. പിങ്കളാസ് ഫാദർ സജസ്റ്റഡ് ദാറ്റ് ഹേ ഷുഡ് ഗോ ടു ദ പാലസ്. കൊട്ടാരത്തിലേക്ക് പോകണം എന്നാണ് പറഞ്ഞതല്ലേ. പിന്നെ അടുത്ത് വൈ ഡിഡ് ദ ചിൽഡ്രൻ ലാഫ്ഡ് അറ്റ് ഹിം. എന്തിനാണ് കുട്ടികൾ അവനെ നോക്കി പരിഹസിച്ചത്? ബിക്കോസ് ഹീ ഹാഡ് നോ പ്ലാന്റ് അലോങ് വിത്ത് ഹിം. കാരണം അവൻ്റെ കയ്യിൽ ചെടിയൊന്നുമില്ലായിരുന്നു, അതുകൊണ്ടാണ്. വിൽ ഹി ഗോ ബാക്ക് ഹോം ഡിസപ്പോയിൻറ്റഡ്. അവൻ തിരിച്ച് വീട്ടിലേക്ക് പോകുമോ ഡിസപ്പോയിൻ്റായിട്ട്, നൈരാശ്യത്തോടെ? അത് നമുക്ക് നോക്കാം കേട്ടോ. ലവ്ലി ഫ്ലവേഴ്സ്. നല്ല ഭംഗിയുള്ള പൂക്കൾ. ദ കിങ് അറൈവ്ഡ്. രാജാവ് വന്നു. ആൻഡ് ലുക്ക്ഡ് അറ്റ് ദ പ്ലാന്റ്സ്. എന്നിട്ടോ പ്ലാന്റ്സിനെയൊക്കെ നോക്കി. ചിൽഡ്രൻ ഗാദേർഡ് ഇൻ ദ കോർട്ട്യാർഡ് ഓഫ് ദ പാലസ്. കൊട്ടാരത്തിൻ്റെ അങ്കണത്തിൽ കുട്ടികളെല്ലാം കൂടിച്ചേർന്നു. കൊട്ടാരത്തിൻ്റെ മുറ്റത്തെ എല്ലാവരും ഗാദർ ചെയ്ത് കൂടിച്ചേർന്നു. വിത്ത് ഫ്ലവർ പോട്ട്സ്. ഈ ചെടിച്ചട്ടിയുണ്ട് എല്ലാവരുടെയും കയ്യിൽ. റെഡ്, ബ്ലൂ, യെല്ലോ, ചുവപ്പ്, നീല, മഞ്ഞ. ദ കോർട്ട്യാർഡ് ഹാഡ് ടേൺഡ് ഇൻ ടു എ ബൊക്കെ. കൊട്ടാരത്തിൻ്റെ മുറ്റം തന്നെ ഒരു പൂച്ചെണ്ടായി മാറിയിരുന്നു. ദി കിങ് ലുക്ക്ഡ് അറ്റ് ദ ചിൽഡ്രൻ. രാജാവ് കുട്ടികളെയൊക്കെ ഒന്ന് നോക്കി. ദെയർ ഫേസ് വയർ ഷൈനിങ് വിത്ത് ഹോപ്പ്. അവരുടെ എല്ലാ മുഖം പ്രത്യാശ കൊണ്ട് ഇങ്ങനെ തിളങ്ങിയിരുന്നു. ദ കിങ് സൈഡ്. രാജാവ് നിശ്വസിച്ചു. ഹി വാസ് നോട്ട് അറ്റ് ഓൾ ഹാപ്പി. അദ്ദേഹത്തിന് ഒട്ടും സന്തോഷമായില്ല. വൈ വാസ് ദ കിങ് അൺഹാപ്പി. എന്തുകൊണ്ടായിരിക്കും രാജാവ് അൺഹാപ്പിയായി മാറിയത്, അല്ലെങ്കിൽ സന്തോഷമില്ലാത്തവനായിട്ട് മാറിയത്? വാട്ട് ഡിഡ് ഹീ എക്സ്പെക്ട് ഫ്രം ദ ചിൽഡ്രൻ. എന്താണ് അദ്ദേഹം കുട്ടികളിൽ നിന്ന് പ്രതീക്ഷിച്ചത്? എംപ്റ്റി പോട്ട്. കാലിയായ ചട്ടി, ഒന്നുമില്ലാത്ത ചട്ടിയാണ്. അറ്റ് ദ എൻഡ് ഓഫ് ദ ലൈൻ സ്റ്റഡ് പിങ്കള. വരിയുടെയൊക്കെ അവസാനം പിങ്കളം പോയി നിന്നു. വെൻ ദ കിങ് റീച്ച് ഹിം. രാജാവ് അവൻ്റെ അടുക്കൽ ചെന്നപ്പോഴേ ഹി സ്റ്റോപ്ഡ്. അദ്ദേഹം അവിടെ നിന്നു. വൈ ഡിഡ് യു കം വിത്ത് ദ എംപ്റ്റി പോട്ട്. എന്തുകൊണ്ടാണ് നീ കാലിയായ ചട്ടിയുമായിട്ട് ഇവിടെ വന്നത്, ഒന്നുമില്ലാത്ത ചട്ടിയുമായിട്ട് ഇവിടെ വന്നത്? ഡിഡ് യുവർ സീഡ് ഗ്രോ ഇൻ ടു എ പ്ലാന്റ്. നിൻ്റെ വിത്ത് ഒരു ചെടിയായിട്ട് മുളച്ച് വന്നില്ലേ? രാജാവ് ചോദിച്ചു. വിൽ ദ കിങ് ബി ആംഗ്രി വിത്ത് പിങ്കള. രാജാവിന് പിങ്കളിനോട് ദേഷ്യം തോന്നുമോ? അടുത്ത പേജിലേക്ക് പോകാം. എ സ്മൈൽ. ഒരു ചിരി, ഒരു പുഞ്ചിരി. പിങ്കള ഹെൽഡ് ഹിസ് ഹെഡ് ഡൗൺ ആൻഡ് സെറ്റ്. പിങ്കളൻ തൻ്റെ തല താഴ്ത്തിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഫർഗീവ് മീ യുവർ ഹൈനസ്. രാജാവേ എന്നോട് ക്ഷമിച്ചാലും. ഫർഗീവ് മീ യുവർ ഹൈനസ്. രാജാവേ എന്നോട് ക്ഷമിച്ചാലും. ഐ ട്രൈഡ് മൈ ബെസ്റ്റ് ടു ഗ്രോ ദ സീഡ്. ഈ വിത്ത് വളർത്തിയെടുക്കാൻ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. ഐ ഗേവ് ദ ബെസ്റ്റ് സോയിൽ. ഞാൻ നല്ല മണ്ണിട്ടു. ആൻഡ് മാനുവർ ടു ഇറ്റ്. അതുപോലെ വളവും. ബട്ട് ദ സീഡ് ഡിഡ് നോട്ട് ഗ്രോ. പക്ഷേ വിത്ത് വളർന്നില്ല. എ സ്മൈൽ അപ്പിയർഡ് ഓൺ കിങ്സ് ഫേസ്. രാജാവിൻ്റെ മുഖത്തൊരു ചിരിയുണ്ടായി. വൈ ഡിഡ് പിങ്കള ഹെൽഡ് ഹിസ് ഹെഡ് ഡൗൺ. എന്തുകൊണ്ടാണ് പിങ്കളൻ തൻ്റെ തല താഴ്ത്തിപ്പിടിച്ചത്? വൈ ഡിഡ് ദ കിങ് സ്മൈൽ. എന്തുകൊണ്ടാണ് രാജാവ് ചിരിച്ചത്?
അതൊക്കെ നമുക്ക് നോക്കാം കേട്ടോ. നമുക്ക് അടുത്ത പേജിലേക്ക് പോകാം. ദി പ്രിൻസ്, രാജകുമാരൻ. ഹി ഹഗ്ഡ് പിങ്കള ആൻഡ് അനൗൺസ്ഡ്. അദ്ദേഹം പിങ്കളിനെ ആലിംഗനം ചെയ്തു. എന്നിട്ട് പറഞ്ഞു, ഹിയർ ഈസ് ദ ക്രൗൺ പ്രിൻസ്. ഇതാ കിരീടധാരണത്തിനുള്ള രാജകുമാരൻ. ഐ ഹാഡ് ഗിവൺ എവരി വൺ റോസ്റ്റഡ് സീഡ്സ്. ഞാൻ എല്ലാവർക്കും വറുത്ത വിത്തുകളാണ് തന്നിരുന്നത്. വിച്ച് വുഡ് നെവർ ഗ്രോ. അവ ഒരിക്കലും കിളുക്കില്ല. ഒൺലി ദിസ് ബോയ് ഈസ് ഓണസ്റ്റ്. ഇവൻ മാത്രമാണ് സത്യസന്ധൻ. ഐ ആം ഷുവർ. എനിക്ക് തീർച്ചയാണ്. വൺ ഡേ, ഒരു ദിവസം, ഹി വിൽ റൂൾ ദിസ് കിങ്ഡം ജസ്റ്റ്ലി. ഇവൻ ഈ രാജ്യം ഭരിക്കും വളരെ നീതിയോടെ. വൺ ഡേ ഹി വിൽ റൂൾ ദിസ് കിങ്ഡം ജസ്റ്റ്ലി. ഒരിക്കൽ ഇവൻ വളരെ നീതിയോടെ രാജ്യം ഭരിക്കും. ദി കിങ് ഗേവ് റോസ്റ്റഡ് സീഡ്സ് ദ ചിൽഡ്രൻ. രാജാവ് കൊടുത്തിരുന്നതേ എല്ലാം വറുത്ത വിത്തുകളാണ്. യെസ്, ദേ കെയിം അപ്പ് വിത്ത് ഫ്ലവറിങ് പ്ലാന്റ്സ്. ശരി, അവർ വന്നിരുന്നതേ പൂക്കൾ നിറഞ്ഞ പ്ലാന്റുമായിട്ടാണ്, ഫ്ലവറിങ് പ്ലാന്റ്സുമായിട്ട് വന്നത്. ഹൗ ഡിഡ് ദേ ഗ്രോ ദ പ്ലാന്റ്സ്. എങ്ങനെയാണ് അവർ ഈ ചെടി വളർത്തിയത്? നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ക്ലാസ്സേ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.